നീളാനദിയിൽ സ്ഥാപിച്ച ബാരിക്കേഡുകൾ ഒരു കാരണവശാലും മുറിച്ചു കടക്കും. നാരായണ 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 ഗോവിന്ദ ഹരേ. കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തിരുനാവായയിലെ മഹാമാഘമഹോത്സവം കാണാനായി പോയിരുന്നു. തിരുനാവായയിൽ നാവാമുകുന്ദനെ തൊഴാനായി ഒരിക്കൽ പോയതിൽ പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. നമ്മൾ കാശിയിലെയും ഹരിദ്വാറിലെയും ഒക്കെ ഗംഗാരതിയും ചടങ്ങുകളും മറ്റും നേരിട്ടും ടി വിയിലും ഫോണിലുമൊക്കെയായി പലതവണ കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷേ അത് നമ്മുടെ നാട്ടിലും ഇങ്ങനെ സാധ്യമാവുമെന്ന് കരുതിയതേയല്ല. ഇതിനെല്ലാം ഉപരിയായി വളരെ അത്ഭുതം തോന്നിയത് അവിടെ തടിച്ചുകൂടിയ ജനസാഗരത്തെ കണ്ടിട്ടാണ്. എവിടെ നിന്നുമാണ് ഇത്രയും ജനങ്ങൾ അവിടെ എത്തിച്ചേർന്നത്? ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഇത്രയും ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് ശരിക്കും അത്ഭുതവും ആശ്ചര്യവും സന്തോഷവുമാണ് ഉണ്ടാക്കിയത്. പണ്ട് കാലത്തിവിടെ മാമാങ്കം എന്ന് ചുരുക്കി വിളിച്ചിരുന്ന മഹാമാഘ മഹോത്സവം നടന്നിരുന്നു. പക്ഷേ അന്ന് ഇത്രമാത്രം ജനത്തിരക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും സംശയമാണ്. പണ്ട് കാലത്ത് നിരവധി ആഘോഷങ്ങളും വിദ്വൽ സദസ്സുകളും യജ്ഞങ്ങളും വ്യാപാരങ്ങളുമൊക്കെയായി ആഘോഷിച്ചിരുന്ന ആ മഹാമകം കാലക്രമേണ അത് അധികാരത്തിൻ്റെ വടംവലിക്കും പകപോക്കലിനുമൊക്കെയുള്ള വേദിയായി മാറി. ചാവേറുകളുടെ ചോര വീണ് നിറം മാറിയ മണൽപ്പരപ്പായി നിള വേദനിച്ചിട്ടുണ്ടാവും. അവളുടെ വിധിയും എല്ലാ കാലവും അങ്ങനെ തന്നെയായിരുന്നു. മരിച്ച ആളുകളുടെ ഉറ്റ ബന്ധുക്കളിടുന്ന കണ്ണീരിൽ കുതിർന്ന ബലി സ്വീകരിച്ച് അവരുടെ കണ്ണീരൊപ്പി മനസ്സുമടുത്ത നിള. പക്ഷേ ഇത്തവണ അവൾ കരയില്ല. കാരണം അവിടെ സ്നാനം ചെയ്യാൻ വന്നവർ ആരും തന്നെ ദുഃഖത്തിലായിരുന്നില്ല, ചാവേറുകളുമായിരുന്നില്ല. പകരം അവളെ പൂജിക്കാനും അവൾക്ക് ആരതി ഒഴിയാനും യജ്ഞത്തിൽ പങ്കെടുക്കാനും സന്തോഷത്തോടെ സ്നാനം ചെയ്യാനും എത്തിയ ആയിരങ്ങളെ കണ്ട് വർഷങ്ങൾക്ക് ശേഷം നിളയുടെ മനസ്സും ശരീരവും ഒന്ന് കുളിർത്ത് കാണും എന്നുള്ളത് തീർച്ചയാണ്. ജനുവരി 19 ആരംഭിച്ച കേരളത്തിൻ്റെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാമാഘ മഹോത്സവത്തിന് ആയിരങ്ങളാണ് തിരുനാവായയിൽ ഭാരതപ്പുഴയോരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിളാസ്നാനവും നിളാ ആരതിയും നിരവധി യജ്ഞങ്ങളുമൊക്കെയായി തീവ്രമായൊരു ആത്മീയ ലഹരിയിലാണ് തിരുനാവായ. പല ഭാഗങ്ങളിൽ നിന്നും ഒട്ടനവധി തടസ്സങ്ങളുണ്ടായെങ്കിലും വിചാരിക്കാത്ത രീതിയിലുള്ള വൻ വിജയമാണ് മഹാമാഘ മഹോത്സവത്തിന് ലഭിച്ചിരിക്കുന്നത്. മലയാളികൾ മാത്രമല്ല, ദക്ഷിണേന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നുമൊക്കെയായി ധാരാളം ആളുകളും ഇപ്പോൾ കേട്ടറിഞ്ഞ് എത്തിത്തുടങ്ങി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവരുടെ സങ്കല്പങ്ങൾക്കും ആചാരങ്ങൾക്കും മൂല്യച്യുതി സംഭവിക്കുകയും എതിർപ്പുകളെ നേരിടേണ്ടിയും വരുന്ന ഈ ഒരു കാലയളവിൽ ഇത്തരത്തിൽ ഹൈന്ദവരുടെ വലിയൊരു കൂട്ടായ്മയിലൂടെ ഒരു ഏകീകരണത്തിനും പുനരുജ്ജീവനത്തിനും ഈ മാഘമഹോത്സവം വീണ്ടും ഒരു തുടക്കമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊന്നും നമ്മുടെ ആചാരങ്ങളല്ല, ഉത്തരേന്ത്യൻ രീതിയാണ് എന്നൊക്കെ ചില കുബുദ്ധികൾ പറഞ്ഞേക്കാം. പക്ഷേ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായി തുടങ്ങിയ ഒരു മഹോത്സവവുമല്ല. ഏതാണ്ട് 250 വർഷങ്ങൾക്ക് മുൻപ് ഓരോ 12 വർഷം കൂടുന്തോറും ഇവിടെ നടത്തപ്പെട്ടിരുന്ന മഹാമാഘ മഹോത്സവത്തിൻ്റെ അല്ലെങ്കിൽ മഹാമക മഹോത്സവം എന്ന മാമാങ്കത്തിൻ്റെ ഒരു പുനരാവിഷ്കാരം മാത്രമാണ്. കഴിഞ്ഞ വർഷത്തെ പ്രയാഗ്രാജ് കുംഭമേളയിൽ കേരളത്തിൽ നിന്നുള്ള ആനന്ദവനം ഭാരതി സ്വാമികളെ ഭാരതത്തിലെ ഏറ്റവും വലിയ സന്യാസി സമൂഹമായ ജൂന അഖാഡ മഹാമണ്ഡലേശ്വറായി പ്രഖ്യാപിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ ആധ്യാത്മിക മേഖലയ്ക്ക് ഒരു പുതു ഉണർവുണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി പ്രാദേശികമായി ഇവിടെ മാഘമഹോത്സവം നടന്നു വന്നിരുന്നു. ഇതൊന്ന് വിപുലമായി നടത്തുന്ന കാര്യം സ്വാമികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടുകൂടിയാണ് ഇതിന് തുടക്കമായത്. അദ്ദേഹത്തിൻ്റെയും സഹപ്രവർത്തകരുടെയും മറ്റു സംഘടനകളുടെയും ശക്തമായ ഇച്ഛാശക്തിയുടെ ഫലം തന്നെയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ രാജ്യമൊട്ടാകെ അറിയപ്പെടുന്ന മഹാതീർത്ഥാടന മഹോത്സവമായി ഈ മാഘമഹോത്സവത്തെ മാറ്റാൻ സാധിച്ചത്. ഈ ഭൂമിക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇത് ബ്രഹ്മദേവൻ്റെ യാഗഭൂമിയാണ്. കൂടാതെ ത്രിമൂർത്തി സംഗമസ്ഥാനവുമാണ്. ഭാരതദേശത്തെ നിരവധി ഊർജ്ജ കേന്ദ്രങ്ങളിലൊന്നാണ് തിരുനാവായ. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലത്തെ ആചാര്യന്മാർ മഹാമാഘ മഹോത്സവത്തിന് വേദിയായി ഇവിടം തിരഞ്ഞെടുത്തതും. പണ്ടത്തെ കേരളദേശം എന്നറിയപ്പെടുന്ന ഗോകർണ മുതൽ കന്യാകുമാരി വരെയുള്ള ദേശത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗമാണ് തിരുനാവായ. ഒരു കാലത്ത് കേരളത്തിൻ്റെ തലസ്ഥാനവുമായിരുന്നു ഇവിടം. ഒരു വ്യാഴവട്ടക്കാലമായ 12 വർഷം കൂടുമ്പോൾ കേരള രാജാവായി
ചേരമാൻ പെരുമാളിനെ ജനങ്ങൾ പെരുങ്കൂട്ടം കൂടി തെരഞ്ഞെടുത്തിരുന്നത് ഇവിടുത്തെ മഹാമാഘ മഹോത്സവത്തിൽ വെച്ചായിരുന്നു. അതുപോലെ എല്ലാ വർഷവും ചെറിയ നാട്ടുരാജ്യങ്ങൾ രാജാവിനെ തിരഞ്ഞെടുത്തിരുന്നതും വലിയ നാട്ടുരാജ്യങ്ങൾ 5 വർഷം കൂടുമ്പോൾ നാട്ടുരാജാക്കന്മാരെ തിരഞ്ഞെടുത്തിരുന്നതും കൂടാതെ ദേശത്തെ മുഴുവൻ സംബന്ധിക്കുന്ന സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിരുന്നതുമെല്ലാം ഭാരതപ്പുഴയിലെ ഈ വിശാലമായ മണൽപ്പരപ്പിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവത്തോടനുബന്ധിച്ചായിരുന്നു. ഇതെല്ലാം തിരുനാവായയിൽ വെച്ച് നടന്നിരുന്നതിനും ഒരു കാരണമുണ്ട്. സമസ്ത ദേവതകളും സന്നിഹിതമായ ഈ മണ്ണിൽ വെച്ചെടുക്കുന്ന ഒരു തീരുമാനവും പാഴാകില്ല എന്ന ഉറപ്പ് ഉള്ളതുകൂടിക്കൊണ്ടായിരുന്നു അത്. ഇത് ത്രിമൂർത്തി സംഗമസ്ഥാനം കൂടിയാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഭാരതപ്പുഴയുടെ തെക്കേ കരയിലായി തവനൂർ മഹാദേവ ക്ഷേത്രവും ബ്രഹ്മദേവ ക്ഷേത്രവും, 2 ക്ഷേത്രങ്ങളുടെയും മധ്യഭാഗത്തായി വടക്കേ കരയിൽ നാവാമുകുന്ദ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ഈ 3 ക്ഷേത്രങ്ങളുടെയും മധ്യഭാഗത്തായിട്ടാണ് പ്രധാന സ്നാനഘട്ടം സ്ഥിതി ചെയ്യുന്നത്. ഒരു വലിയ ശ്രീചക്രം സങ്കല്പിക്കുക. ആദ്യത്തെ പ്രധാന ത്രികോണത്തിൻ്റെ 3 കോണിലായി തെക്കേ കരയിലെ ബ്രഹ്മാവും ശിവനും വടക്കേ കരയിലെ മഹാവിഷ്ണുവും ഇരിക്കുന്നു. ഈ ത്രികോണത്തിൻ്റെ ബിന്ദുവിലായി രാജരാജേശ്വരിയുടെ ഇരിപ്പിടമായ ഭാരതപ്പുഴയും. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മേരുചക്രത്തിൻ്റെ താഴെ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ആ ചുഴി ഇവിടെ പുഴയിലുമുണ്ട്. ഈ ശ്രീചക്രത്തിൻ്റെ എല്ലാ പ്രധാന ഭാഗങ്ങളിലും ഓരോ ദേവാലയങ്ങളും ഉണ്ടായിരുന്നു അത്രേ. എന്നാൽ അവയിൽ പലതും ഇന്ന് തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി കഥകളിലേക്ക് വരാം. രാവിലെ ഒരു 11 മണിയോടെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. പുഴയുടെ തെക്കേ കരയിലുള്ള തവനൂർ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്നതാണ് സ്നാനഘട്ടിലേക്ക് എത്തുന്നതിനും തിരികെ പോകുന്നതിനും ഏറ്റവും എളുപ്പമായുള്ള മാർഗം. കാരണം തിരുനാവായയിലാണ് ആദ്യം നമ്മൾ വരുന്നതെങ്കിൽ ഒരു താൽക്കാലിക പാലം കടന്നു വേണം പ്രധാന യജ്ഞഭൂമിയിലേക്ക് എത്തുവാൻ. തിരക്കുള്ള സമയമാണെങ്കിൽ പാലം കടന്നു പോവാൻ നിയന്ത്രണങ്ങളും ഉണ്ടാവും. തവനൂർ ക്ഷേത്ര പരിസരത്തായി വിശാലമായ പാർക്കിംഗ് സൗകര്യവുമുണ്ട്. കുറ്റിപ്പുറത്തു നിന്നും തവനൂർ പൊന്നാനി റൂട്ടിൽ 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇങ്ങോട്ടേക്കെത്താം. ഇവിടെ വന്നാൽ ആദ്യം ശിവക്ഷേത്രത്തിൽ കയറി ദർശനം നടത്തുക. ഭാരതപ്പുഴയുടെ തീരത്തുള്ള വളരെ പുരാതനമായ ഒരു ശിവക്ഷേത്രമാണ് തവനൂർ ചെറുതിരുനാവായ മഹാദേവ ക്ഷേത്രം. കിഴക്കോട്ടാണ് ദർശനം. പാർവതീ സമേതനായ മഹാദേവനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ചതുരത്തിലുള്ള ഇരുനില ശ്രീകോവിലാണ്. മുൻപിലായി ഒരു മണ്ഡപവും കാണാം. ഉപദേവനായി ഒരു ഗണപതി മാത്രമേ ഉള്ളൂ. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളിൽ ഒന്നുകൂടിയാണിത്. വലിയ ബലിക്കൽപുരയും ചുറ്റമ്പലവും ഒക്കെയുണ്ട്. ക്ഷേത്രത്തിൻ്റെ വടക്കേ വാതിലിൽ കൂടി പുറത്തേക്ക് ഇറങ്ങുന്നത് ഭാരതപ്പുഴയുടെ വിശാലമായ കാഴ്ചകളിലേക്കാണ്. ക്ഷേത്രത്തിന് തൊട്ട് മുൻപിലായി വലിയൊരു ആൽമരം തറകെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ വരുമ്പോൾ അതിൻ്റെ തണലിൽ കുറച്ചു നേരം ഇരിക്കുക തന്നെ വേണം. ഇവിടെ തൊട്ട് താഴെ കൂടിയാണ് ഭാരതപ്പുഴ ഒഴുകുന്നതും. കാറ്റും കൊണ്ട് കാഴ്ചകൾ ആസ്വദിച്ച് ഈ ആൽത്തറയിൽ കുറച്ചു നേരം ഇരിക്കുമ്പോൾ അറിയാം നമുക്ക് കിട്ടുന്ന ആ ഒരു സുഖവും സമാധാനവും. ഇവിടെ ഈ ആലിന് തൊട്ടു താഴെയായി മണൽപ്പരപ്പിൽ അമൃതാനന്ദമയി മഠത്തിൻ്റെ നേതൃത്വത്തിൽ ചില പൂജകളും ഹോമങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ധാരാളം ആളുകളും ജപവും പ്രാർത്ഥനകളുമൊക്കെയായി ചുറ്റിനും ഇരിക്കുന്നുമുണ്ട്. ഇനി അടുത്തതായി പോവേണ്ടത് തവനൂർ ബ്രഹ്മദേവ ക്ഷേത്രത്തിലേക്കാണ്. നദീതീരത്തുകൂടി തന്നെ ഒരു ചെറിയ നടപ്പുഴയുണ്ട് അങ്ങോട്ടേക്ക്. കവുങ്ങിൻ തോപ്പിന് നടുവിലൂടെയുള്ള ഈ പാത അവസാനിക്കുന്നത് ബ്രഹ്മദേവ ക്ഷേത്രത്തിന് മുൻപിലേക്കാണ്. ചതുർമുഖനായ രീതിയിൽ ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠയുള്ള ഭാരതത്തിലെ തന്നെ വളരെ അപൂർവവും അതിപുരാതനവുമായൊരു ക്ഷേത്രമാണിത്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഇവിടെയുള്ള മിക്ക ക്ഷേത്രങ്ങളും തകർത്ത കൂട്ടത്തിൽ ഈ ക്ഷേത്രവും തകർക്കപ്പെട്ടിരുന്നു. അപ്പുറത്തെ ശിവക്ഷേത്രവും തിരുനാവായ ക്ഷേത്രവുമൊക്കെ ആക്രമണത്തിൽ ഉൾപ്പെട്ടിരുന്നു. അടുത്ത കാലത്താണ് ഈ ക്ഷേത്രം ഇത്രയുമെങ്കിലും പുനരുദ്ധരിച്ചത്. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും വിരിഞ്ഞ താമരയിലിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ രൂപമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ശ്രീകോവിലിൻ്റെ ഭിത്തിയിൽ അനന്തശയന രൂപവുമുണ്ട്. മേൽശാന്തി പറഞ്ഞതനുസരിച്ച് വൈഷ്ണവമായിട്ടുള്ള പൂജകളാണ് ഇവിടെ നടക്കുന്നത്. പണ്ട് കാലത്ത് ഇവിടെ നദിയുടെ മധ്യഭാഗമായിരുന്നു എന്നും പറയുന്നുണ്ട്. ജലത്തിലിരിക്കുന്ന രീതിയിൽ സാക്ഷാൽ ശ്രീപത്മനാഭസ്വാമിയെ തന്നെയാണ് പീഠമായി സങ്കല്പിച്ചിരിക്കുന്നത്. ശ്രീപത്മനാഭസ്വാമിയും മഹാലക്ഷ്മിയും നവഗ്രഹങ്ങളും പഞ്ചഭൂതങ്ങളും സഹിതം ഇരിക്കുന്ന പ്രതിഷ്ഠയാണിവിടെ. പത്മനാഭസ്വാമിയെ പീഠമായി പൂജിച്ചുകൊണ്ട് ഭഗവാന്റെ നാഭിയിൽ നിന്നും ഉയർന്നു വന്ന താമരയിലിരിക്കുന്ന ചതുർമുഖനായ ബ്രഹ്മാവിനെയാണ് ഇവിടെ പൂജിക്കുന്നത്. അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയും. സൃഷ്ടികർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും സന്താനഭാഗ്യത്തിനും ജാതകദോഷങ്ങൾ മാറുന്നതിനുമൊക്കെയാണ് കൂടുതൽ ആളുകളും ഇവിടെ എത്തുന്നത്. നമ്മുടെ തലവിധി മാറ്റുന്ന ക്ഷേത്രം എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. പക്ഷേ ഇവിടെ എത്തണമെങ്കിൽ ഭഗവാൻ വിചാരിക്കണമെന്ന് മാത്രം. ഇവിടുത്തെ പഴയ മാഘമഹോത്സവത്തിൻ്റെ ഐതിഹ്യം തുടങ്ങുന്നത് തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്.
ഈ ഒരു ഐതിഹ്യത്തിലൂടെ ഭാരതപ്പുഴയുടെ ഉത്ഭവവും ത്രിമൂർത്തി ക്ഷേത്രങ്ങളുടെ സ്ഥാപനം, മാമാങ്കം എന്നിവയുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. ബ്രഹ്മാവിൻ്റെ യാഗത്തിൽ നിന്നുമാണ് ഈ ഐതിഹ്യം തുടങ്ങുന്നത്. ഉത്തരേന്ത്യയിൽ പുഷ്കര തീർത്ഥത്തിലും ഹരിദ്വാറിൽ ഖൻഗലിലും അലഹബാദിൽ ഗംഗ യമുന സരസ്വതി സംഗമസ്ഥാനമായ പ്രയാഗിലും ബ്രഹ്മദേവൻ യാഗം നടത്തിയതായ ഐതിഹ്യങ്ങളുണ്ട്. ഇതിൽ ബ്രഹ്മാവിന് ക്ഷേത്രമുള്ളത് പുഷ്കര തീർത്ഥത്തിലും ഇവിടെ തവനൂരിലും മാത്രമാണ്. കേരളത്തിൻ്റെ സൃഷ്ടിക്ക് ശേഷം ദേശരക്ഷയ്ക്കായി യാഗം നടത്തുന്നതിനായി പരശുരാമൻ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനോട് അപേക്ഷിച്ചു. യാഗത്തിൻ്റെ ഫലസിദ്ധി കേരളത്തിൻ്റെ 2 ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതിനായി കണ്ടെത്തിയ യാഗഭൂമി ഗോകർണത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലമായ ആനമലയിലെ തിരുമൂർത്തി മലനിരകളായിരുന്നു. ഇത് ഉടുമൽപേട്ടിനടുത്താണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനവും ഈ തിരുമൂർത്തി മലയിൽ നിന്നാണ്. അത്രിമുനിയും അനസൂയാദേവിയും തപസ്സു ചെയ്ത സ്ഥലമായിരുന്നു അത്ര ഇത്. ഇവരെ പരീക്ഷിക്കാനായി ത്രിമൂർത്തികൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതിനാലാണ് ഇതിന് തിരുമൂർത്തി മല എന്ന പേര് വന്നതും. കൂടാതെ ദത്താത്രേയ മഹർഷിയുടെ ജന്മസ്ഥലമായും ഈ ഒരു സ്ഥാനത്തെ കണക്കാക്കുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ഇവിടം യാഗഭൂമിയായി തിരഞ്ഞെടുത്തതും. യാഗത്തിൽ യജമാനൻ്റെ പാർശ്വഭാഗത്തിരിക്കുവാൻ സരസ്വതി ദേവിയെയാണ് ക്ഷണിച്ചിരുന്നത്. യാഗത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. പരശുരാമനും മഹാവിഷ്ണുവും ഇന്ദ്രാദി ദേവകളും സകല മുനിമാരുമൊക്കെ എത്തിക്കഴിഞ്ഞു. യാഗം തുടങ്ങേണ്ട സമയമായിട്ടും പക്ഷേ സരസ്വതി ദേവി എത്തിയില്ല. യാഗം കൃത്യസമയത്ത് തുടങ്ങുകയും വേണം. ബ്രഹ്മദേവൻ്റെ പാർശ്വഭാഗത്ത് ഇനി ആരെ ഇരുത്തുമെന്ന ഉത്കണ്ഠ എല്ലാവരിലുമുണ്ടായി. അങ്ങനെ യാഗഭൂമിയിൽ സന്നിഹിതയായിരുന്ന ഗായത്രി ദേവിയെ ബ്രഹ്മാവിൻ്റെ പാർശ്വഭാഗത്തിരുത്തി യാഗവും തുടങ്ങി. അപ്പോഴേക്കും സരസ്വതി ദേവി അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ബ്രഹ്മാവിൻ്റെ അടുത്ത് ഗായത്രി ദേവി ഇരിക്കുന്നത് കണ്ട സരസ്വതി ദേവി തന്നെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ചു എന്ന് കരുതി ഗായത്രി ദേവിയെ നീ ഒരു നദിയായി തീരട്ടെ എന്ന് ശപിച്ചു. ഗായത്രി ദേവി ഇത് കേട്ട് ക്ഷോഭത്തോടെ ഒരു നദിയായി തീരട്ടെ എന്ന് സരസ്വതി ദേവിയെയും തിരിച്ചു ശപിച്ചു. സതുദ്ദേശത്തോടെ തുടങ്ങിയ യാഗം ദേവതമാരുടെ ദേഷ്യനിമിത്തം അലങ്കോലമായി. ദുഃഖിതരായ ദേവന്മാർ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താണ് കാരണമെന്ന് സരസ്വതി ദേവിയോട് ചോദിച്ചു. ഗണപതിയെ പ്രീതിപ്പെടുത്താത്തതാണ് യാഗം മുടങ്ങാനുള്ള കാരണമെന്ന് ദേവി പറഞ്ഞു. പക്ഷേ അന്യോന്യമുള്ള ശാപങ്ങൾ ഫലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ ഒരു അംശം മാത്രം നദിയായാൽ മതിയെന്ന് ദേവിമാർ തമ്മിൽ തീരുമാനിച്ചു. അതോടൊപ്പം അവിടെ സന്നിഹിതരായിരുന്ന മറ്റു ദേവതമാരുടെ ഒരംശവും പോഷകനദികളാവണമെന്നും ദേവിമാർ നിർദ്ദേശിച്ചു. അങ്ങനെ ഗായത്രി, സരസ്വതി ദേവിമാരുടെ അംശങ്ങൾ ആനമലയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകി. ഒപ്പം ലക്ഷ്മി, പാർവതി, ശുചി എന്നീ ദേവിമാരുടെ അംശങ്ങൾ പോഷക നദികളുമായി. ഇതാണ് പുണ്യനദിയായ ഭാരതപ്പുഴ. അന്ന് ആനമലയിൽ മുടങ്ങിയ യാഗം പിന്നീട് നടത്തിയത് ഭാരതപ്പുഴയുടെ തെക്കേക്കരയിലുള്ള താപസന്നൂരിലാണ്. സന്യാസിമാർ തപസ്സനുഷ്ഠിക്കാൻ തിരഞ്ഞെടുത്ത പ്രദേശമായതിനാലാണ് താപസന്നൂർ എന്ന പേര് വന്നത്. ഈ സ്ഥലനാമം ലോപിച്ച് പിൽക്കാലത്ത് തവനൂർ ആയതാണ്. ബ്രഹ്മാവ് ഈ യാഗം നടത്തിയത് മാഘമാസത്തിൽ മകം നക്ഷത്രം വരെയുള്ള 28 ദിവസങ്ങളിലായിരുന്നു അത്രേ. ഈ ദിവസങ്ങളിൽ ഗംഗ ഉൾപ്പെടെയുള്ള പുണ്യനദികളുടെ സാന്നിധ്യം ഭാരതപ്പുഴയിൽ ഉണ്ടായിരിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഭാരതപ്പുഴയ്ക്ക് നിള, പ്രതീജി, പേരാറ് എന്നീ പേരുകളുമുണ്ട്. മാഘമാസത്തിലെ മകം വരെയുള്ള 28 ദിവസം നിളയിൽ സപ്തനദികളുടെ സാന്നിധ്യം ഉണ്ടാവുന്നതിനാൽ മാഘമഹ മഹോത്സവം എല്ലാ മാഘമാസത്തിലും ആഘോഷിച്ചു വന്നു. മകം നക്ഷത്രത്തിലാണ് പ്രധാന ആഘോഷം. ഇത് കുംഭമേളയ്ക്ക് സമാനമായി നടത്തി വന്നിരുന്ന ഭാരതപ്പുഴയുടെ ഉത്സവമായിരുന്നു. ചേരമാൻ പെരുമാക്കന്മാരുടെ കാലത്ത് 3 വർഷത്തിലും പിന്നീട് 5 വർഷം കൂടുമ്പോഴും പിൽക്കാലത്ത് 12 വർഷം കൂടുമ്പോഴുമാണ് ഭാരതപ്പുഴയുടെ ഈ ഉത്സവം ആഘോഷിച്ചിരുന്നത്. ഇതാണ് മാമാങ്കം എന്നറിയപ്പെട്ടിരുന്നതും. ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് 1766 അവസാനത്തെ മാമാങ്കം ആഘോഷിച്ചത്. പിന്നീട് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി 2017 മുതൽ ഇവിടെ ചുരുങ്ങിയ രീതിയിൽ ഈ മാഘമഹ മഹോത്സവം തുടങ്ങുകയും ചെയ്തു. തവനൂർ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം ത്രേതായുഗത്തിൽ നിർമ്മിച്ചതായി കണക്കാക്കപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ ഏക ബ്രഹ്മക്ഷേത്രമാണ്. പത്മപുരാണത്തിൽ പോലും ഈ ക്ഷേത്രത്തെക്കുറിച്ച് ചില സൂചനകളുണ്ട്. ബ്രഹ്മാവ് യാഗം നടത്തിയ സ്ഥലത്ത് പരശുരാമനും വസിഷ്ഠമുനിയും സകല ദേവീദേവന്മാരുടെയും സമ്മതത്തോടെ ക്ഷേത്രം നിർമ്മിച്ച് ബ്രഹ്മാവിനെ പ്രതിഷ്ഠിക്കുകയായിരുന്നു അത്രേ. ഇതാണ് ഈ തവനൂർ ബ്രഹ്മക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. ക്ഷേത്രത്തിന് വടക്കുവശത്തായി ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെയാണ് മാഘമഹോത്സവത്തിനുള്ള ധർമ്മധ്വജം സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ താഴെയുള്ള സ്നാനഘട്ട് പരശുരാമൻ തർപ്പണം ചെയ്ത സ്ഥലമെന്നൊരു വിശ്വാസവുമുണ്ട്. അതിനാൽ ഇവിടെയും പിതൃതർപ്പണം പ്രധാനമാണ്.
അതേസമയം പടിഞ്ഞാറുള്ള ശിവക്ഷേത്രമാവട്ടെ യാഗത്തിൽ സംബന്ധിക്കാനെത്തിയ ശ്രീപരമേശ്വരൻ വിശ്രമിച്ച സ്ഥലത്ത് നിർമ്മിച്ചതാണ് എന്നൊരു വിശ്വാസവുമുണ്ട്. ധ്യാനയോഗത്തിലുള്ള പ്രതിഷ്ഠയാണവിടെ. ഈ ശിവക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തായി ഒരു വേദപാഠശാലയും കാണാം. കേരളത്തിലെ തന്നെ ആദ്യത്തെ വേദപാഠശാലയാണിത്. ശിവക്ഷേത്രത്തോട് ചേർന്നുള്ള അന്നദാന മണ്ഡപത്തിൽ 3 നേരവും അന്നദാനവും നടത്തുന്നുണ്ട്. കഴിവതും ഇവിടെ എത്തുന്നവർ ഇവിടെ നിന്നും ആഹാരം കഴിച്ചതിന് ശേഷം മാത്രം അപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കുക. ഇവിടുന്ന് അങ്ങോട്ട് തിരുനാവായയിൽ എത്താതെ ആഹാരം കിട്ടാൻ മറ്റൊരു മാർഗവുമില്ല. ഇവിടെയുള്ള ഈ ശിവക്ഷേത്രവും ബ്രഹ്മദേവ ക്ഷേത്രവും വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലായിരുന്നു. നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളുടെയും ശ്രമഫലമായാണ് ഇത്രയെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത്. ഈ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ഇനിയും പൂർത്തിയായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ തങ്ങളാൽ കഴിയുന്ന ഒരു സംഭാവന ഈ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനായി നൽകുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. ശിവക്ഷേത്രത്തിന് താഴേക്കുള്ള പടികൾ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ വലതുവശത്തായി കേരളഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പജിയുടെ സമാധി മണ്ഡപം കാണാം. യജ്ഞവേദിയിലേക്കുള്ള പാതയുടെ തുടക്കത്തിൽ ഒരു സ്വാഗത കവാടവും വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും കുറച്ചു ദൂരം മണൽപ്പരപ്പിലൂടെ നടന്നാൽ യജ്ഞവേദിയിലേക്ക് എത്താം. ഇതിലിങ്ങനെ നടക്കുമ്പോഴാണ് ഭാരതപ്പുഴയുടെ വീതി എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇരുവശങ്ങളിലും നോക്കത്ത ദൂരത്തോളം ഉയരത്തിൽ പുല്ലുകൾ വളർന്നു നിൽക്കുന്നു. ഇതിനിടയിലൂടെ മണൽ മാറ്റി താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു പാതയാണിത്. മണൽവാരൽ നിർത്തിയതുകൊണ്ട് തന്നെ മണൽക്കൂമ്പാരമാണ് എങ്ങും കാണാൻ കഴിയുക. ഇതൊരു പുഴയുടെ മധ്യഭാഗമാണെന്ന് തന്നെ വിശ്വസിക്കാൻ പ്രയാസമാകും. ചെറിയ കുളങ്ങൾ പോലെ ചില വെള്ളക്കെട്ടുകളും കാണാം. നട്ടുച്ച സമയമാണെങ്കിലും ജനങ്ങൾ ധാരാളമായി വന്നു പോകുന്നുണ്ട്. യജ്ഞവേദിക്ക് സമീപം താൽക്കാലിക ടോയ്ലറ്റുകളുടെയും മറ്റും നിർമ്മാണം നടക്കുന്നു. ഇരുവരകളിലും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അന്നദാനവും കുടിവെള്ള വിതരണവുമുണ്ട്. നദിയിൽ ധാരാളം ആളുകൾ ഈ സമയത്തും സ്നാനം ചെയ്യുന്നുണ്ട്. ഇവിടെ വലിയൊരു പന്തൽ നിർമ്മിച്ചിട്ടുണ്ട്. അതിനുള്ളിലാണ് യജ്ഞങ്ങളും മറ്റും നടക്കുന്നത്. തിരുമൂർത്തി മലയിൽ നിന്നും എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ശ്രീചക്രം ഈ യജ്ഞവേദിയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് നിളാരതി നടക്കുന്നത്. അതിനുള്ള സംവിധാനങ്ങളാണ് ഇവിടെ കാണുന്നത്. തിരുനാവായ ഭാഗത്തേക്കുള്ള താൽക്കാലിക പാലം തുറന്നു കൊടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ഉച്ചസമയമായതുകൊണ്ട് വലിയ തിരക്കുമില്ല. കവിങ്ങൻ തൂണുകളിൽ പലകയും ഇരുമ്പ് ഷീറ്റുമൊക്കെ നിരത്തി ഒരുക്കിയ പാലമാണ്. അതുകൊണ്ട് തന്നെ വളരെ നിയന്ത്രിച്ചാണ് ആളുകളെ അതിലൂടെ കടത്തിവിടുന്നതും. നദിയിൽ സ്നാനത്തിനുള്ള ഭാഗം പ്രത്യേകം കയർ കെട്ടി തിരിച്ച് സുരക്ഷാവേലികളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു കടൽ തീരം പോലെയാണ് ഈ ഭാഗം തോന്നുക. വള്ളത്തിലും ചെറിയ ബോട്ടുകളിലുമായി സ്നാനഘട്ടിന് സമീപം സുരക്ഷയ്ക്കായി ആളുകളെയും നിർത്തിയിട്ടുണ്ട്. പാലം കയറി ചെല്ലുന്നത് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലേക്കാണ്. താഴെയുള്ള കടവിൽ ബലിതർപ്പണം ഇടതടവില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയും ക്ഷേത്രത്തിന് മുൻപിലായി വലിയൊരു ആൽത്തറയുണ്ട്. ഉയർന്ന ഭാഗമായതുകൊണ്ട് ഇതിൻ്റെ ചൂട്ടിലിരുന്നാൽ കാറ്റും കൊണ്ട് നിളയുടെ കാഴ്ചകൾ ആസ്വദിക്കാം. അകത്ത് ചെന്നപ്പോഴേക്കും നടയടച്ചിരുന്നു. ഇവിടെയും അന്നദാനമുണ്ട്, പക്ഷേ തിരക്കാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് ഈ നാവാമുകുന്ദ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ കഥകൾ മറ്റൊരു വീഡിയോയിൽ പറയാം. ഇവിടെ മഹാവിഷ്ണുവിനൊപ്പം ലക്ഷ്മി ദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഐതിഹ്യപ്രകാരം നവയോഗികളെന്നറിയപ്പെടുന്ന 9 സന്യാസിവര്യന്മാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. ഇവരിൽ ആദ്യത്തെ 8 പേർ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളും അന്തർധാനം ചെയ്തു അത്രേ. പാൽപായസം നിവേദിക്കാമെന്ന ഉറപ്പിന്മേൽ 9ാമത്തെ യോഗി പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഉറച്ചത് എന്നും കരുതപ്പെടുന്നു. വിഗ്രഹത്തിൻ്റെ അരക്കെട്ടിന് മുകളിലേക്കുള്ള ഭാഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഈ നവയോഗികളുമായി ബന്ധപ്പെട്ടാണ് ഭഗവാന് നാവാമുകുന്ദൻ എന്ന പേരുണ്ടായത് എന്ന് പറയപ്പെടുന്നു. ഇവിടെ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് താമരപ്പൂവാണ്. അതിന് പിന്നിലും കഥകളുണ്ട്. തിരുനെല്ലി, തിരുവല്ലമൊക്കെ പോലെ ഇവിടെ പിതൃതർപ്പണത്തിന് വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലവുമാണ്. മറ്റൊരു ദിവസം ക്ഷേത്രത്തിൽ വന്ന് തൊഴാമെന്ന് കരുതി പുറത്തേക്കിറങ്ങി. ഇനി നമുക്ക് ഈ കുംഭമേളയുടെ പ്രാധാന്യം കൂടി ഒന്ന് നോക്കാം. കേരളത്തിൽ പണ്ടുകാലത്ത് കേരളത്തിൻ്റെതായ ഒരു കുംഭമേള ഉണ്ടായിരുന്നു. വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ് കുംഭമേളയിലെ ഏറ്റവും പ്രധാനമായ സമയം. പ്രയാഗിലെയും നാസിക്കിലെയും ഉജ്ജയിനിയിലെയും ഹരിദ്വാറിലെയും ഒക്കെ കുംഭമേളകളെല്ലാം വ്യാഴം ഓരോ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഉള്ളതാണ്. നദിയുമായി ബന്ധപ്പെട്ട ആരാധനകളിൽ കുംഭമേള കൂടാതെ പ്രധാനമായതാണ് പുഷ്കരമേള. ഒരു കഥ കൂടി കേൾക്കാം. ഒരു സന്യാസി തപസ് ചെയ്ത് ബൃഹസ്പതിയെ പ്രത്യക്ഷപ്പെടുത്തി. ഒരു വരവും വാങ്ങി. എനിക്ക് പുണ്യനദികളെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് വേണം. അതായത് അദ്ദേഹം ഓരോ നദിയിലും ഇറങ്ങി സ്നാനം ചെയ്യുമ്പോൾ ആ നദി ശുദ്ധീകരിക്കപ്പെടണം. വ്യാഴം പറഞ്ഞു, എൻ്റെ കൂടെ വരൂ. ഞാൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ രാശി പ്രധാനമായിട്ടുള്ള നദീതടങ്ങളിൽ പുഷ്കരമേള നടത്തപ്പെടും. ആ സമയത്ത് ആ സ്ഥാനത്ത് സ്നാനം ചെയ്യുന്നതിലൂടെ അങ്ങയുടെ ആഗ്രഹം നടക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ പുഷ്കരമേളയുടെ തുടക്കം. വ്യാഴത്തിൻ്റെ രാശി ഒരു വർഷമുണ്ടാവും. ആദ്യത്തെ 12 ദിവസം വിപുലമായിട്ടും അവസാനത്തെ 12 ദിവസം ചെറിയ രീതിയിലുമാണ് ഈ പുഷ്കരമേള നടക്കുന്നത്. കൃഷ്ണ, ഗോദാവരി തുടങ്ങിയ വിവിധ നദീതടങ്ങളിൽ
12 വർഷം കൂടുമ്പോൾ ഈ പുഷ്കരമേള നടന്നു വരുന്നു. ഉത്തരേന്ത്യയിലെ കൂടാതെ ദക്ഷിണേന്ത്യയിൽ കുംഭമേള ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിലെ കുംഭകോണത്തും കേരളത്തിൽ ഈ തിരുനാവായ മണൽപ്പുറത്തുമായിരുന്നു. ഈ സമയത്ത് ഇവിടെ സപ്തനദികളുടെയും സാന്നിധ്യമുണ്ടാവുമത്രേ. പണ്ടുകാലത്ത് വർഷത്തിലെ ഓരോ മാസത്തിലും പൗർണമി വരുന്ന നാളിൻ്റെ പേരാണ് ആ മാസത്തിന് കൊടുത്തിരുന്നത്. അക്കാലത്ത് മാഘമാസത്തിൽ മകം നക്ഷത്രത്തിലുമായിരുന്നു പൗർണമി വന്നിരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ആഘോഷം മഹാമാഘം, മഹാമകം എന്നൊക്കെ അറിയപ്പെട്ടിരുന്നതും. പിന്നീട് കാലം ചെന്നപ്പോൾ മകം 1-2 ദിവസമൊക്കെ മാറിപ്പോകുന്ന അവസ്ഥയുമുണ്ടായി. എങ്കിലും മഹാമകം എന്ന പേരിൽ കേരളത്തിലും കുംഭകോണത്ത് കുംഭകോണമേളയായിട്ടും ഉജ്ജയിനിയിൽ സിംഹസ്ഥ, അതായത് വ്യാഴം സിംഹരാശിയിൽ വരുന്ന സമയത്തുമാണ് ഈ ഒരു മേള നടക്കുന്നത്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയിൽ സപ്തനദികളും സാന്നിധ്യമാകുന്ന മാഘമാസത്തിലാണ് പരശുരാമ നിർദ്ദേശപ്രകാരം ബ്രഹ്മദേവൻ യാഗം ചെയ്തത്. ഈ യാഗത്തിൻ്റെ തുടർച്ച എന്നവണ്ണം ഒരു വ്യാഴവട്ടത്തിലൊരിക്കൽ, അതായത് 12 വർഷം കൂടുമ്പോൾ ഇതേ മണൽപ്പരപ്പിൽ പിന്നീട് മാഘമഹോത്സവം കൊണ്ടാടാൻ തുടങ്ങി. ദേവഗുരുവായ ബൃഹസ്പതിയായിരുന്നു ബ്രഹ്മാവ് നടത്തിയ ആദ്യ യാഗത്തിന് ശേഷം തുടർന്നു പോന്ന മാഘമഹോത്സവത്തിലെ അധ്യക്ഷൻ. കാലം കടന്നുപോയപ്പോൾ ദേവതുല്യരായ പെരുമാക്കൾ രാജ്യം ഭരിച്ചു തുടങ്ങി. ആ കാലത്ത് ഈ അധ്യക്ഷസ്ഥാനം പെരുമാക്കളെ ഏൽപ്പിച്ച് ബൃഹസ്പതി പിന്മാറുകയും ചെയ്തു. 12 വർഷം കൂടുമ്പോൾ നീളാതീരത്ത് നടന്നിരുന്ന ഈ സാംസ്കാരികോത്സവത്തിൽ കേരളത്തിലെ എല്ലാവിധ കലാരൂപങ്ങളും വിവിധതരം കായികാഭ്യാസങ്ങളുമൊക്കെ അവതരിപ്പിച്ചിരുന്നു. വിദ്വൽ സദസ്സുകളും ശാസ്ത്ര സംവാദവുമൊക്കെയായി ദക്ഷിണ ഭാരതത്തിലെ പ്രധാന വാണിജ്യമേളയായും മാഘമഹോത്സവം മാറി. ഈ സമയം എല്ലാ പണ്ഡിതന്മാരും നാട്ടുരാജാക്കന്മാരും സന്യാസിമാരുമെല്ലാം ഇവിടെ സംഗമിക്കും. ആചാരസംബന്ധമായിട്ടും മുഹൂർത്ത സംബന്ധമായും അതുപോലെ രാജ്യസംബന്ധമായ എന്ത് സംശയങ്ങൾക്കും അവസാന തീരുമാനമെടുക്കുന്നതും നാട്ടുരാജാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതുമെല്ലാം ഈ വേദിയിൽ വെച്ചായിരുന്നു. കേരളത്തിലെ എല്ലാ രാജാക്കന്മാരും തിരുനാവായയിലെ മാഘമഹോത്സവത്തിൽ ഒത്തുകൂടി ഇഷ്ടദേവന് മുൻപിൽ 12 വർഷത്തെ സ്വന്തം രാജ്യങ്ങളിലെ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചിരുന്നു. ഇനി അടുത്ത 12 വർഷം കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റം ജ്യോതിശാസ്ത്രജ്ഞരുമായി സംസാരിച്ച് കൃഷിയിലും ജീവിത രീതിയിലും എടുക്കേണ്ടതായ കരുതലുകൾ എന്തൊക്കെയാണെന്ന് ഈ മഹോത്സവത്തിൽ വെച്ച് തീരുമാനിച്ചിരുന്നു. ഒപ്പം അടുത്ത 12 വർഷക്കാലത്തേക്കുള്ള പെരുമാക്കളെ തിരഞ്ഞെടുക്കാനുള്ള അഭിഷേക വേദിയായും ഈ മഹോത്സവം മാറി. പക്ഷേ അവസാനത്തെ പെരുമാളായ ചേരമാൻ പെരുമാൾ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ നിന്നും സുന്ദരമൂർത്തി നായനാർക്കൊപ്പം സ്വർഗലോകം പ്രാപിച്ചതോടെ മാഘമഹോത്സവത്തിന് അധ്യക്ഷനായി പെരുമാളില്ലാതായി. കൊച്ചി ഉൾപ്പെടുന്ന പെരുമ്പിടപ്പ് സ്വരൂപം മാഘമഹോത്സവത്തിൻ്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുകയും തങ്ങൾക്ക് പകരക്കാരനായി നിലപാടുതറയിലിരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കാൻ വള്ളുവനാടൻ രാജാവായ വള്ളുവക്കോനാതിരിയെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ മറ്റൊരു മഹോത്സവകാലത്ത് സാമൂതിരി വള്ളുവക്കോനാതിരിയെ സ്ഥാനഭ്രഷ്ടനാക്കി അധ്യക്ഷസ്ഥാനം പിടിച്ചെടുത്തു. തുടർന്ന് കുറച്ചുകാലം മാഘമഹോത്സവം രാജാക്കന്മാർ തമ്മിലുള്ള കിടമത്സരത്തിൽ ചോരയിൽ കുളിച്ച മാമാങ്കമായി മാറി. വള്ളുവക്കോനാതിരിയുടെ ചാവേറുകളും സാമൂതിരിയുടെ പടയാളികളും ഏറ്റുമുട്ടി ചോര വീണ മാമാങ്കം 250 വർഷം മുൻപ് അങ്ങനെ പൂർണ്ണമായി അവസാനിക്കുകയും ചെയ്തു. എന്നാൽ ചില സുമനസ്സുകളെ ദേവതകൾ പ്രചോദിപ്പിച്ചതിനാൽ കുറച്ചു വർഷങ്ങളായി ഈ സാംസ്കാരികോത്സവത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ചെറിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ സ്വാമി ആനന്ദവനം ഭാരതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നതോടെയാണ് തിരുനാവായയിൽ പണ്ട് കാലം മുതൽ നടന്നു വന്നിരുന്ന മാഘമഹോത്സവം പൂർവാധികം ശക്തിയോടെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ശക്തി പ്രാപിച്ചത്. സനാതന സംസ്കാരത്തിന് നേരെ ഉയരുന്ന വെല്ലുവിളികൾ നേരിടാനുള്ള ആഹ്വാനമാവുകയാണ് ഇത്തവണത്തെ തിരുനാവായ മാഘമഹോത്സവം. മാമാങ്കത്തിൽ പടവെട്ടി മരിച്ച ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ആത്മാക്കൾക്ക് വന്നു ചേർന്ന ദുരിതം തീർത്ത് അവർക്ക് മോക്ഷം കൊടുക്കുന്നതിനായുള്ള പൂജകളിലൂടെയാണ് ഇത്തവണത്തെ മാഘമഹോത്സവം ആരംഭിച്ചത്. ഭാരതപ്പുഴയുടെ തീരത്ത് ഗംഗാരതി പോലെ നിളയെ പൂജിക്കുന്ന നിള ആരതി എന്ന സംഗീതസാന്ദ്രമായ ചടങ്ങും സന്ധ്യാസമയത്ത് നടക്കുന്നു. അഭൂതപൂർവമായ ജനത്തിരക്കാണ് ഈ സമയം ഇവിടെ ഉണ്ടാവുക. കേരളത്തിലെ എല്ലാ രാജകുടുംബങ്ങളുടെ പ്രതിനിധികളും എല്ലാ സന്യാസി മഠങ്ങളിലെയും വിവിധ സംസ്ഥാനങ്ങളിലെ ആശ്രമങ്ങളിലെയും പ്രതിനിധികൾ ഇതിൽ പങ്കാളികളാവുന്നുണ്ട്. കേരളത്തിലെ ഹിന്ദുക്കളിലെ എല്ലാ സമ്പ്രദായക്കാരും ഈ ദിവസങ്ങളിൽ അവരുടേതായ രീതികളിൽ വിവിധ പൂജകൾ നടത്തി വരുന്നു. സനാതന സംസ്കാരത്തിന് നേരെ ഉണ്ടാവുന്ന വിവിധ രീതിയിലുള്ള എതിർപ്പുകളും ആക്രമണങ്ങളും വ്യാപകമാവുന്ന ഇക്കാലത്ത് ഈ മാഘമഹോത്സവത്തോടെ ജനങ്ങൾക്കിടയിൽ ഒരു പുത്തൻ ഉണർവുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. എല്ലാവരും തീർച്ചയായും ഒരു വട്ടമെങ്കിലും പോയി പങ്കെടുക്കുക, അനുഗ്രഹീതരാവുക. പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു വീഡിയോ ആയതുകൊണ്ട് പല കുറവുകളും ഇതിൽ കണ്ടേക്കാം, ക്ഷമിക്കുക. ഈ ഒരു പ്രദേശത്തെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചും വിശദമായൊരു പഠനത്തിന് ശേഷം വീഡിയോകൾ ഉടൻ തന്നെ ഉണ്ടാവും. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.